ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശാസ്ത്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് വീഡിയോ ആണ്. ഈ വീഡിയോ LP, UP, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ ആദ്യമായാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ബോണസ് ക്വസ്റ്റ്യൻ വിജയികൾ ആരെന്ന് നോക്കാം. രാജ്ഷിബു എന്ന അക്കൗണ്ടും അഭിനന്ദും മാളവികയുമാണ് കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം കമൻറ്റ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വിജയം പ്രഖ്യാപിക്കുന്നതാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യത്തെ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ്? ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. അപ്പോളോ 11 ഈഗിൾ എന്ന വാഹനം നിയന്ത്രിച്ചത് ആരാണ്? ഉത്തരം മൈക്കിൾ കോളിൻസ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹമെന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ്? ഉത്തരം 3,84,401 കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം സെലനോളജി. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം 13 തവണ. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം അഥവാ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റിഗോലിത്ത്. റിഗോലിത്ത് എന്നാണ് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12. ഏത് സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് അപ്പോളോ 11 വിക്ഷേപിക്കപ്പെട്ടത്? ഉത്തരം കേപ്പ് കെനഡി വിക്ഷേപണ കേന്ദ്രം. ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം എത്രയാണ്? ഉത്തരം ഭൂമിയുടെ 1/6. എന്താണ് നാസയുടെ പൂർണ്ണരൂപം? നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ആരാണ് ചന്ദ്രനിൽ അവസാനം ഇറങ്ങിയ വ്യക്തി? ഉത്തരം യൂജിൻ സെർനാൻ. എത്രയാണ് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? ഉത്തരം 3475 കിലോമീറ്റർ. എന്തായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യത്തിന്റെ പേര്? ചന്ദ്രയാൻ 1. ലൂണ എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? ഉത്തരം ചന്ദ്രൻ.
ആകെ എത്ര ചാന്ദ്രയാത്രികർ വിവിധ മിഷനുകളായി ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ഏതാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം? ഉത്തരം ലൂണ 2. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യം ഏത്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? PSLV C-11. എന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത്? 2008 ഒക്ടോബർ 22. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ വി നാരായൺ. 50 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ അടുത്ത് എത്തിച്ച നാസയുടെ ദൗത്യത്തിന്റെ പേര്? ഉത്തരം ആർട്ടിമസ് 2. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3 ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ ആ പ്രത്യേക സ്ഥലത്തിന്റെ പേരെന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ഇറങ്ങിയ ദിവസമാണ് ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രനിൽ പേടകം ഇറക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം അമേരിക്ക, റഷ്യ, ചൈന. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. ചന്ദ്രനിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരെന്താണ്? ഉത്തരം ലെബനിറ്റ്സ്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണ്? ഉത്തരം അറിയാവുന്നവർ വേഗം കമൻറ്റ് ചെയ്യൂ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.